നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ 9-ാം വാർഡുകാരുടെ ചെറിയൊരു മധുരമല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് കാവാലച്ചിറയിലാണ്. ഇന്ന് ഇവിടെ ഒരു ബസ് ജീവനക്കാരെ ആദരിക്കുകയാണ് വാർഡ് മെമ്പറുടെയും പൗരസമിതിയുടെ നേതൃത്വത്തിൽ. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകും. ഇതാണ് കാവാലച്ചിറ നാരകത്തോടിന് സമീപമുള്ള പുതുപ്പള്ളി നാരകത്തോട് കാവാലച്ചിറ മീനണം വഴി പാമ്പാടിക്കൊക്കെ നേരത്തെ ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. ഏറ്റവും കൂടുതൽ യാത്രാക്ലേശമുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഈ നാരകത്തോട് കാവാലച്ചിറ റോഡ്. ഒരുപാട് ആൾക്കാരാണ് ബസ്സിനെ മാത്രം ആശ്രയിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷവും സാധാരണക്കാരാണ്. എന്നാൽ പിന്നീട് ഈ ബസ് സർവീസുകളെല്ലാം നിലച്ചു പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ബസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത്. അപ്പോൾ അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ബസ്സാണ്. അപ്പോൾ അവർ ഞായറാഴ്ച ദിവസങ്ങളിലൊന്നും സർവീസ് ഇല്ലായിരുന്നു. അത് കാരണം ആരാധനാലയത്തിലും മറ്റുള്ള എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകേണ്ടവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഉടമയായിട്ട് ഇവിടുത്തെ പൗരസമിതി സംസാരിക്കുകയും അവർ ഞായറാഴ്ച സർവീസ് നടത്താമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ബസ്സിലെ യാത്രക്കാരെ, ഇന്ന് എറിയാട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സെന്റ് മേരീസ് ബസ്സിലെ ജീവനക്കാരെ ആദരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യം എന്തെന്നാൽ, കുറേ വർഷമായി നമ്മുടെ ബസ്സിലെ ഈ റൂട്ടിൽ സർവീസ് ഉണ്ടെങ്കിലും വണ്ടി പോകത്തില്ല. ഇപ്പോൾ വണ്ടി പോകല. അപ്പോൾ നമ്മുടെ ഈ റൂട്ടിൽ ഈ സർവീസ് വർഷങ്ങളായി പല പെർമിറ്റുകാരും എടുത്തപ്പോഴും ഞായറാഴ്ചത്തെ ദിവസത്തെ സർവീസ് മുടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ബസ്സിൽ പുതിയ സെന്റ് മേരീസ് ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോഴത്തേക്കും ഞായറാഴ്ചത്തെ സർവീസ് ആരംഭിച്ചു. നമ്മുടെ മെമ്പറും ഇവിടെയുള്ള ആളുകളും ആദ്യം ഉന്നയിച്ച ഒരു ആവശ്യമെന്ന് പറയുന്നത്, പല വർഷങ്ങളായി ഉന്നയിച്ച ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂട്ടിൽ ഒരു ബസ്സും കൂടെ വരണം. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ പാമ്പാടി, പയ്യപ്പാടി, മറ്റ് സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ബസ്സിൻ്റെ ഉടമസ്ഥനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഞായറാഴ്ച ദിവസം ഇവിടെ കളക്ഷൻ കുറവായിരുന്നു. പക്ഷേ ഈ കളക്ഷൻ ഞങ്ങൾ നോക്കുന്നില്ല. ഇവിടെയുള്ള നാട്ടുകാർക്ക് സഹായമാകുന്ന രീതിയിലേക്ക് എല്ലാ ദിവസവും കളക്ഷൻ കുറവാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും സർവീസ് ആരംഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു സ്വീകരണം, പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ഒരു ആലോചന ഉണ്ടായത്. കാരണം കേവലം ഒരു ബിസിനസ് ആകുമ്പോൾ തന്നെ ഈ ബസ് പോലെയുള്ള മേഖലകളിൽ ഒരു സർവീസ്, ജനങ്ങളുടെ സർവീസായിട്ട് തന്നെയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഞായറാഴ്ച സർവീസിന് സ്വീകരണം കൊടുക്കുന്നതോടൊപ്പം തന്നെ കേവലം ഇവിടെ ഒരു ആദരിക്കൽ ചടങ്ങ് മാത്രമായിട്ടല്ല ഈ പൗരസമിതി ഈ പരിപാടിയെ കാണുന്നത്. മുന്നോട്ട് പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ യാത്രക്കാരുടെ നേതൃത്വത്തിൽ ഒരു പ്രൈവറ്റ് ബസ് തന്നെ വരണമെന്നാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. ആ പെർമിറ്റ് പുതുക്കുകയാണെങ്കിൽ അത് തന്നെ മുന്നോട്ട് കൊണ്ടുവരിക. ഒരു പക്ഷേ ആ പെർമിറ്റിനകത്ത് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ തന്നെ പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള യാത്രക്കാരുടെ ഒപ്പ് ശേഖരിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ നേരിൽ പോയി കണ്ടുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ ഈ നാട്ടിലേക്ക് ഒരു KSRTC അനുവദിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പൗരസമിതി ഇതിന്റെ ആലോചിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ഈ നല്ലവരായ നാട്ടുകാർക്കും ആദ്യം തന്നെ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ആകമാനം നേതൃത്വം നൽകുന്ന ഈ പൗരസമിതിയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പർ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഒപ്പമുള്ളതാണ്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാനും ഈ പരിപാടി ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മടത്തിക്കവല റൂട്ടിലൊരു ബസ് ഓടുന്നുണ്ടായിരുന്നു. ആ ബസ് ഇപ്പോൾ കാവാലച്ചിറ ആരക്കമ്പൂടി വരെയുള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ഭാഗത്തുള്ള ബസ്സില്ലാത്ത ഈ ഭാഗത്തുള്ള യാത്രക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലും ഈ ബസ് സർവീസ് നടത്തണമെന്നാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ആഗ്രഹം. അതുകൊണ്ട് അതിന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻകൈ എടുക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഈ ആരക്കപ്പുറം കൂടി വരെയാകുമ്പോഴത്തേനും നിങ്ങൾക്ക് പലപ്പോഴും കളക്ഷൻ കുറവാകുന്നതുകൊണ്ട് പാമ്പാടി വരെ ഇതിൻ്റെ പെർമിറ്റ് നീട്ടുകയും പാമ്പാടി ഈ കാവാലച്ചിറ മടത്തിപ്പടി പുതുപ്പള്ളി കവല വഴി നേരെ പോകുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിവിടെയുള്ള ജനങ്ങൾക്കും അവർ ബസ്സുകാർക്കും അതിൻ്റെ പ്രയോജനം വരും. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിന് മുൻകൈ എടുക്കണമെന്നും അതിന് വേണ്ട എല്ലാ സഹായവും വാർഡ് മെമ്പർ എന്നുള്ള രീതിയിലും അതുപോലെ വാർഡിലുള്ള എല്ലാവരുടെ പ്രതിനിധിയിലും
എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട പൗരസമിതിയുടെ ഭാരവാഹികൾ ഒരിക്കൽ കൂടി അഭിവാദ്യം എടുക്കുന്നുണ്ട്. എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ 9ാം വാർഡുകാരുടെ ചെറിയൊരു മധുര ടിക്കറ്റ് എടുത്തിട്ട് അവർ ഇവിടുന്ന് ഇറക്കും. പറയാം